ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർബീസ് കിച്ചൺ ടേൽസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഏത്തപ്പഴവും അവിലും കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ്. ഇനി ഈ നെയ്യിലോട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇത് നമുക്ക് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 ഗ്ലാസ് അവിൽ പൊടിച്ചെടുത്തതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചതൊന്നും അല്ല, അല്ലാതെ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി ഈ അവിലും പഴം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് അളവിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതൊരു സ്പൂൺ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, അതാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ ഞാൻ മുന്നേ തന്നെ ഏലക്ക ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇനി അതൊന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ അധികം ടൈമൊന്നും എടുക്കത്തില്ല, സെറ്റാവാൻ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇതൊന്ന് മോൾഡ് ചെയ്തെടുത്തതാണ്. ഞാൻ എൻ്റെ പുറത്ത് കുറച്ച് കാഷ്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് കൂടെയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ശർക്കരയും അവിലും ഏത്തപ്പഴവും എല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.